ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് അറഫ ഹോസ്പിറ്റലിൻ്റെ ഫാർമസിയിലാണ്. ഞാനിവിടുത്തെ ഫാർമസിസ്റ്റാണ്. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ ഫാർമസിസ്റ്റായിട്ടുള്ള സീനിയർ ഫാർമസിസ്റ്റായിട്ടുള്ള റാഫി പള്ളിക്കലിനെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് ഫാർമസിയിലെ തന്നെ എല്ലാ മേഖലകളിലൂടെയും സഞ്ചരിച്ച് ഇന്നിവിടെ ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ഷോപ്പിനേക്കാളും എത്രയോ ലാഭമാണ് ഹോൾസെയിൽ ഷോപ്പ് നടത്തുന്നത്. ഒരു സെയിൽസ് ഗേളായിട്ട് അല്ലെങ്കിൽ സെയിൽസ് ആയിട്ട് മാത്രം നിൽക്കേണ്ട ഒരാളായി മാറരുത്. സ്ട്രഗിളും കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്ഷമിച്ച് സഹിച്ച് കൊണ്ടുപോകേണ്ട സ്ഥാപനങ്ങളാണ്. റീറ്റെയിൽ ഷോപ്പ് വലിയൊരു ലാഭത്തിൻ്റെ ബിസിനസ്സാണ് റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നത്. ചെറിയൊരു വരുമാനം കൊണ്ട് തുടങ്ങി വലിയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് റീറ്റെയിൽ ഷോപ്പ്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, പല മെഡിക്കൽ ഷോപ്പുകളിലും നോക്കുമ്പോൾ എന്താണ്, ഒന്നും പഠിക്കാത്ത ആൾക്കാർ മരുന്ന് കൊടുക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ അപ്പം നമ്മൾ ഫാർമസിസ്റ്റ് അങ്ങനെ ചിന്തിക്കാൻ നിൽക്കുന്നത്. നമ്മുടെ റാഫി പള്ളിക്കൽ, ഇസ്ലാം ഫാർമസിസ്റ്റ് എന്ന ആ തൊഴിലിനോട് എന്തൊക്കെ ആത്മാർത്ഥതയാണുള്ളത്. മാത്രമല്ല എല്ലാവർക്കും അറിയാൻ താല്പര്യം എന്ന് പറയുന്നത് ഫാർമസി പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ മാത്രമല്ല, അതിലേറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഫീൽഡ് ഏതാണ്. ഫാർമസിയിലെ തന്നെ ഒരുപാട് മേഖലകളില്ലേ, ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ച ഒന്നാളല്ലേ. പറയൂ, അതിനെ പറ്റി ഒന്ന് പറയൂ. എല്ലാ മേഖലകളെ കുറിച്ചും ഒന്ന് പറയാം. ഫാർമസിയിൽ ഏതൊക്കെ മേഖലകളിലൂടെയാണ് താങ്കൾ സഞ്ചരിച്ച് വന്നത്? ഫാർമസി വിശാല ഒരു മേഖലയാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രത്തോളം ഇപ്പോഴത്തെ ഫാർമസിൻ്റെ ഡോക്ടേഴ്സ് ഫാർമസി വരെയുണ്ട്. ഫാർമസിസ്റ്റ് തന്നെ ഡോക്ടർ ഫാർമസി, പിന്നെ ബാച്ചുലർ ഫാർമസി ഡിഗ്രി, പിന്നെ തുടക്കം ഡിപ്ലോമ ഇൻ ഫാർമസി. ഞാനൊക്കെ തുടങ്ങിയത് ഡിപ്ലോമ ഇൻ ഫാർമസിയിലാണ്. ഫാർമസിയിൽ ഡിപ്ലോമ എടുത്ത ആളാണ്. അപ്പോൾ അത് പഠിച്ച് വീണ്ടും ബാച്ചുലർ ഡിഗ്രി എടുക്കാം, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറാവാം ഫാർമസി തന്നെ. അത്രയും വിശാലമാണ് ഫാർമസി മേഖല. ഫാർമസിയിൽ ഏതൊക്കെ മേഖലകളിലൂടെയാണ് സഞ്ചരിച്ച് ഇവിടെ വരെ? ഞാൻ ഫാർമസി ഡിപ്ലോമ പഠിച്ച് ഞാൻ എൻ്റെ തുടക്കം തന്നെ ഫാർമസി കഴിഞ്ഞ ഉടനെ തന്നെ സ്വന്തമായിട്ട് റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയ ആളാണ്. മനസ്സിലായില്ലേ? സ്വന്തം. ഇപ്പം എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ വന്ന് എത്തിയത്? കുറേ വർഷത്തെ യാത്രയ്ക്ക് ശേഷം എത്തിച്ചേർന്ന സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ആ റീറ്റെയിൽ ഫാർമസി നിർത്തി ഹോസ്പിറ്റൽ ഫാർമസിയിലോട്ട് കയറിയത്? റീറ്റെയിൽ ഷോപ്പ് ആ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഫാർമസിസ്റ്റായിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്താ ഒരു സ്ഥാപനം തുടങ്ങാമെന്നൊക്കെ പറയുന്നതിന് ആ ഒരു സമയത്ത് അത് വലിയൊരു കാര്യമാണ്. സ്വന്തമായി ഫാർമസി തുടങ്ങാമെന്ന് പറയും. പക്ഷെ അന്ന് തുടങ്ങി. അൽഹംദുലില്ലാഹ് ഞാൻ തന്നെ സ്വന്തം പ്രൊപ്പറേറ്ററായിട്ട് മുതലാളിയായി, ഞാൻ തന്നെ അവിടുത്തെ ഫാർമസിസ്റ്റായി തൊഴിലാളിയായി. അൽഹംദുലില്ലാഹ് 4 വർഷത്തോളം ഞാൻ എൻ്റെ കരിയർ അങ്ങനെ ഫാർമസി റീറ്റെയിൽ ഷോപ്പിലായിട്ട് കഴിഞ്ഞു. പിന്നെ ഓരോ സന്ദർഭ സാഹചര്യമാണ് ഒരു മനുഷ്യൻ എന്താണ് പല സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വിടുന്നത്. ഞാൻ പിന്നെ എൻ്റെ ലൈഫിൽ ഒരു ചെറിയ മാറ്റം ആത്മീയപരമായ നിലയിൽ കൂടി ഞാൻ എന്താണെന്ന് അതിലും പുരോഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്താണ് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് മാറിയത്. മാറിയെന്ന് വെച്ചാൽ തന്നെ വേറൊന്നുമല്ല, റീറ്റെയിൽ ഷോപ്പ് വലിയൊരു ലാഭത്തിൻ്റെ ബിസിനസ്സാണ് റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ തുടങ്ങിയതും അങ്ങനെ തന്നെ ചെറിയൊരു വരുമാനം കൊണ്ട് തുടങ്ങി വലിയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതാണ് റീറ്റെയിൽ ഷോപ്പ്. ഇതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന്. കാരണം ഒരു ഷോപ്പ് തുടങ്ങാമെന്ന് പറയുമ്പോൾ ഒരു ഒറ്റയ്ക്കൊരു സ്ഥാപനം നടത്തിക്കൊണ്ടാൻ പറ്റില്ല. കാരണം അതിൽ സ്റ്റാഫുകൾ മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അങ്ങനെ 24 hours നമുക്ക് പിന്നെ മെഡിക്കൽ ഷോപ്പുമായിട്ട് നല്ലൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ജനങ്ങളുമായിട്ട് എന്താണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ബന്ധമാണ് ഫാർമസി എന്ന് പറയും. അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും എന്താണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂട്ടത്തിൽ സഹായിക്കാൻ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, ലാഭം കിട്ടുന്നൊരു ബിസിനസ്സാണ്. കാരണം എനിക്കത് മാതൃക എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ നാട് പള്ളിക്കൽ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തന്നെ എൻ്റെ കാക്ക സ്വന്തമായിട്ട് റീറ്റെയിൽ ഷോപ്പ് തുടങ്ങി. ഇന്നും 40 വർഷം കഴിഞ്ഞ് 42 വർഷത്തോളമായിട്ട് ഇന്ന് ആ ഷോപ്പ് വിശാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനതൊന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാക്ക ഒരു ഫാർമസിസ്റ്റ് അല്ല, ഡിഗ്രി ഹോൾഡർ അല്ല, ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പരിചയപ്പെട്ട ഒരാൾ സ്വന്തമായിട്ട് തുടങ്ങി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ ഉയർന്ന നിലയിൽ എത്തിച്ചേർന്ന ആളാണ്. അദ്ദേഹം ഇതുപോലെ വിവാഹത്തിന് മുമ്പ് തുടങ്ങിയ ആളാണ്, എൻ്റെ കാക്കയാണ്. അപ്പം ഞാൻ ആ ഷോപ്പിൽ 10ാം ക്ലാസ്സിൽ തന്നെ എൻ്റെ 15ാമത്തെ വയസ്സിന് മെഡിക്കൽ ഷോപ്പിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ആ കട തുറക്കുന്നത്, കട അടയ്ക്കുന്നത്, എല്ലാവരും മെഡിക്കൽ ഷോപ്പ് ബന്ധപ്പെട്ട് നിന്ന്. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചതിന് ശേഷം പിന്നെ ഫാർമസി പഠിക്കാൻ വേണ്ടി പോയി. അൽഹംദുലില്ലാഹ് തിരിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ
എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ ഷോപ്പ് തുടങ്ങി, ഞാനും തുടങ്ങി. എൻ്റെ വിവാഹം അപ്പോൾ സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോർ ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിൽ എനിക്കൊരു ഫ്രീ മൈൻഡ് വന്നു. കാരണം എനിക്ക് എളുപ്പം കാര്യങ്ങൾ ജീവിതത്തിൻ്റെ എൻ്റെ ലൈഫിൽ ഒരു സമാധാനം, ഒരു സന്തോഷം എളുപ്പം കിട്ടുന്നതിൻ്റെ പേരിൽ ഞാനത് ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഞാനത് വിട്ടിട്ട് ഒരു ഫ്രീ ലാൻഡ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഒരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അതിലൊന്നും എനിക്ക് നഷ്ടം സംഭവിച്ചിട്ട് ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അവസ്ഥ കൂടിയിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ മറ്റൊന്നും ചെറുതല്ല. അതിൽ സമാധാനത്തിൻ്റെ ഒരു വഴി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ മാറിയത്. പിന്നെ കാക്കയെ സംബന്ധിച്ചിടത്തോളം കാക്ക എല്ലാം ചെറുപ്പം മുതലേ ത്യാഗം സഹിക്കാൻ തയ്യാറായ ആളാണ്. അപ്പോൾ ഇത് സ്ട്രെസ് ആയതുകൊണ്ടാണ് അതിൽ നിന്ന് വിട്ട്, സ്ട്രെസ് കൂടുതലായിരുന്നല്ലേ? കാരണം ഈ മെഡിക്കൽ ഷോപ്പ് നടത്താൻ പറയുന്നത് കുറേ സ്ട്രഗിളും കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ക്ഷമിച്ച് സഹിച്ച് കൊണ്ടുപോകേണ്ട സ്ഥാപനങ്ങളാണ് മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ എൻ്റെ കാക്കയുടെ കാണുന്നുണ്ട്. കാക്ക ഇതെല്ലാം ക്ഷമിച്ച് സഹിച്ച് ഉറച്ചു നിന്ന് ഇന്നത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇന്നത് വിട്ടിട്ടില്ല. ഞാൻ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായി ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ വിട്ടത്. ഓക്കെ, അപ്പോൾ ഇത് റീറ്റെയിൽസ് അതിന് ശേഷം റീറ്റെയിൽ സ്ഥാപനത്തിന് ശേഷം പിന്നെ എവിടേക്കാണ് പോയത്? ഞാൻ എൻ്റെ വിവാഹവും നടന്നു. ഞാൻ എൻ്റെ അനുഭവം കൂടെ വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാർമസി പഠിച്ചൊരാൾക്ക് റീറ്റെയിൽ ഷോപ്പിലേക്കോ ഹോൾസെയിൽ ഷോപ്പിലേക്കോ മെഡിക്കൽ റെപ്പിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ക്ലിനിക്ക് നടത്തുന്നതിനോ ഹോസ്പിറ്റൽ നടത്തുന്നതിനോ ഒന്നും തടസ്സമല്ല. ഒരു ഫാർമസി എടുത്തോളം വിശാലമായ ഒരു മേഖല തുറന്നു വെച്ചിരിക്കുന്ന ഒരു രോഗമാണ്, വിശാലമായ രോഗമാണ്. ഫാർമസിസ്റ്റുകൾക്ക് മുമ്പോട്ട് എല്ലാ മേഖലകളും കയറി ചെല്ലാം. അപ്പം ഞാനത് എൻ്റെ റീറ്റെയിൽ ഷോപ്പ് ഞാൻ അവിടെ നിർത്തി എൻ്റെ കരിയറിലേക്ക് പിന്നെ ഞാൻ ധാരാളം ഹോസ്പിറ്റലുകളിലും ധാരാളം മറ്റ് മെഡിക്കൽ ഷോപ്പുകളിലും ഹോൾസെയിൽ ഷോപ്പിൽ വരെ ഞാൻ സ്വന്തം നിലയിൽ ഞാൻ എനിക്ക് തന്ന കഴിവൊക്കെ ഞാനത് ഉപയോഗപ്പെടുത്തി മുമ്പോട്ട് പോയ ആളാണ്. കാരണം എനിക്കതിൽ വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു. മെഡിക്കൽ ഡെപ്പാർട്ട് ഞാൻ വർക്ക് ചെയ്തു. ഹോൾസെയിൽ ഷോപ്പ് 3-4 വർഷം ഹോൾസെയിൽ ഷോപ്പിൽ ഞാൻ ജോലി ചെയ്തു. ധാരാളം ഹോസ്പിറ്റലുകൾ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഫ്രീ മൈൻഡായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നല്ല സന്തോഷത്തിലും വലിയ സമാധാനത്തിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു ഹോൾസെയിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെ എങ്ങനെയായിരുന്നു? അവിടുത്തെ ജോലി എങ്ങനെ? പ്രോഫിറ്റ് ആണോ, സ്ട്രെസ് കുറവാണോ, അതൊക്കെയാണ്? റീറ്റെയിൽ ഷോപ്പിനേക്കാളും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നമുക്കൊരു നല്ലൊരു അവസ്ഥയും കിട്ടുന്ന ഹോൾസെയിൽ ഷോപ്പിലാണ്. റീറ്റെയിൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ ധാരാളം സമയങ്ങൾ കൊടുക്കണം, ധാരാളം കമ്പനികളായിട്ടും മരുന്നുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കും. മറ്റങ്ങനെയല്ല, ഹോൾസെയിൽ ഷോപ്പിൻ്റെ 1-2 കമ്പനികൾ നേരിട്ടെടുത്ത് നമ്മളത് ഹോസ്പിറ്റലുകളിലേക്ക് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുക്കിലേക്ക് എത്തി ആ മരുന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, വിറ്റഴിച്ച് ജനങ്ങളിലേക്ക് എത്തുന്ന രീതി തന്നെയാണ്. പക്ഷേ ഹോൾസെയിൽ നമുക്ക് കുറച്ചുകൂടെ ലാഭമാണ്. റീറ്റെയിൽ ഷോപ്പിനേക്കാളും എത്രയോ ലാഭമാണ് ഹോൾസെയിൽ ഷോപ്പ് നടത്തുന്നത്. നമുക്ക് എളുപ്പമാണ്. ഒരു ഫാർമസിസ്റ്റോളം അത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഫാർമസിസ്റ്റ് അല്ലാത്തവർ പോലും ഇന്ന് ഹോൾസെയിൽ ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. ഫാർമസിസ്റ്റ് തന്നെ നടത്തുമ്പോൾ അതിന് ധാരാളം നമുക്ക് ഡോക്ടർമാരുമായിട്ടും ഹോസ്പിറ്റലുമായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫാർമസിസ്റ്റ് ആ മേഖലയിലേക്ക് വന്നാൽ തന്നെ പിന്നെ മെഡിക്കൽ റെപ്പായിട്ട് കമ്പനികളുടെ വലിയ കമ്പനികൾ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഫാർമസിസ്റ്റിന് അങ്ങനെയും പോയാൽ പറ്റും. അങ്ങനെ ഞാനൊരു കമ്പനി ജോലി ചെയ്തു. ടോറസ് ലബോറട്ടറീസ് അഹമ്മദാബാദ്, ഗുജറാത്തിലെ ഒരു കമ്പനി നമ്മൾ ജോലി ചെയ്തു. അപ്പോൾ ഹോസിസ്റ്റിന് ഹോൾസെയിൽ ഷോപ്പും നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും നല്ല വലിയ കമ്പനികൾ. ഞാൻ പോലും ഒരു വലിയ കമ്പനിയിൽ ഗുജറാത്ത് ബേസ് ഒരു ടോറസ് ലബോറട്ടറീസ് അത് വലിയ നില ഇതായി വലിയൊരു കമ്പനിയാണ് ടോറസ് ലബോറട്ടറീസ്. അപ്പോൾ അവരെ മെഡിസിൻസ് ആ കമ്പനിയിൽ ഞാൻ റെപ്പായിട്ട് വർക്ക് ചെയ്തു. ഡോക്ടർമാരടുത്തൊക്കെ പോയി ആ കമ്പനിയെ പറ്റി പറഞ്ഞു, മെഡിസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഫാർമസിസ്റ്റിന് അത് വലിയൊരു എളുപ്പമാണ്. പിന്നെ വലിയ ഹോസ്പിറ്റലുകളിൽ നമുക്ക് വലിയൊരു ചാൻസാണ്. അപ്പോൾ ഞാൻ തന്നെ ധാരാളം ഹോസ്പിറ്റൽ, നെടുമങ്ങാട് റിംസ് ഹോസ്പിറ്റൽ, തിരുവനന്തപുരം അൽദാരിഫ് ഹോസ്പിറ്റലിൽ, ഇപ്പോൾ നമുക്ക് കടയ്ക്ക് അറഫ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ധാരാളം വർഷം ഞാൻ ജോലി ചെയ്തു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ തുടർച്ചയായിട്ട് 5-6 വർഷമായി ഇപ്പോൾ ഇവിടെ തന്നെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇതൊക്കെയാണ് ഫാർമസിസ്റ്റുകൾക്ക് വലിയ പുരോഗതിയിലേക്ക് എത്താനുള്ള. അപ്പോൾ ഇപ്പം 4 മേഖലകൾ പറഞ്ഞു. ഒന്ന് റീറ്റെയിൽ സ്ഥാപനം, പിന്നെ ഹോൾസെയിൽ സ്ഥാപനം, പിന്നെ മെഡിക്കൽ റെപ്പ് ആൻഡ് ഹോസ്പിറ്റൽ ഫാർമസി, ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും ബെറ്ററായി തോന്നിയിട്ടുള്ള ഏതാണ്? ഞാൻ പറഞ്ഞേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാം ബെറ്ററായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഒരു സ്ഥലവും എനിക്ക് ഇതിൻ്റെ അതിൽ ഒരു ബെറ്റർ അല്ലാന്ന് തോന്നിയിട്ടില്ല. ഞാനത് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ എല്ലാ മേഖലകളിലും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ റീറ്റെയിൽ ഷോപ്പ് നടത്താനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ റീറ്റെയിൽ ഷോപ്പ് നടത്താം.
ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ചുകൂടെ അതിൽ സാമ്പത്തികം നമുക്ക് എന്താണ് വേണ്ടി വരും. കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അതിന് തിരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്കൊരു ക്ലിനിക്ക് തുടങ്ങാൻ ഉദ്ദേശിച്ചു. ഡോക്ടറൊക്കെ നമുക്ക് തന്നെ അതിന് അതിന്റെ കൂടെ പിന്നെ അതിലൂടെ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ അതിലൂടെ നടത്താൻ പറ്റും. ഒരുപാട് ഐഡിയാസ് പിന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മെഡിക്കൽ ഷോപ്പ് മാത്രം ചിന്തിച്ചിരിക്കാതെ അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കണം അല്ലേ? ഹോൾസെയിൽ ഷോപ്പുകളിലോട്ടും ഫാർമസി പഠിച്ചിട്ട് ഇറങ്ങുന്ന ഒരാൾ ഡയറക്റ്റ് ആയിട്ട് പിന്നെ ഇതിനേക്കാളും വലിയ ചാൻസ് ഇപ്പോൾ ഇവിടെ പിന്നെ നമ്മളിപ്പോൾ ഈ നാട്ടിലാണ് ഉള്ളത്, വിദേശത്തേക്ക്. അപ്പം ഞാനൊക്കെ വിദേശത്തും പോയ ആളാണ്, വിദേശത്ത് ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ അവിടെയും പോയ വിദേശത്ത് ഡോക്ടറുടെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫാർമസിസ്റ്റ് എന്താണ് നമുക്ക് നല്ലൊരു മേഖലയാണ് വിദേശ നാടുകളിൽ. ഒരു സാധാരണ ഡിപ്ലോമ എടുത്ത ആളിന് പോലും ഇത്രയും വിശാലം ഉണ്ടെങ്കിൽ ഈ ഒരു ബി ഫാം എടുത്ത അല്ലെങ്കിൽ ഒരു ഫാം ഡി എടുത്ത ഒരു ഫാർമസിസ്റ്റം എടുത്തോളം ലോകം അവർക്ക് തുറന്നു വെച്ചിരിക്കുകയാണ് എല്ലാ മേഖലയിലും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി സഞ്ചരിക്കുക, അല്ലാതെ ഒരു മെഡിക്കൽ ഒരു ഫാർമസി ഒരു സെയിൽസ് ഗേളായിട്ട് അല്ലെങ്കിൽ സെയിൽസ് ആയിട്ട് മാത്രം നിൽക്കേണ്ട ഒരാളായി മാറരുത്. നമ്മൾ നോക്കുമ്പോൾ എന്താണ് പല മെഡിക്കൽ ഷോപ്പുകളിലും നോക്കുമ്പോൾ എന്താണ് ഒന്നും പഠിക്കാത്ത ആൾക്കാർ മരുന്ന് കൊടുക്കാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ അപ്പം നമ്മൾ ഫാർമസിസ്റ്റ് അങ്ങനെ ചിന്തിക്കാൻ നിൽക്കുന്നത്. ഒരുപാട് മേഖലകളുണ്ട്, എല്ലായിടത്തും ഇറങ്ങി നല്ലൊരു മേഖലയാണ് ഫാർമസി മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലയിലേക്ക് എല്ലാം നമ്മൾ ചെന്ന് ഇൻഷാല്ലാ പരിശ്രമിക്കണം. അല്ലാഹു അതിനെല്ലാം നമുക്ക് നല്ല തൗഫീഖ് നൽകിയിരിക്കട്ടെ. ആമീൻ ആമീൻ.